Hello everyone, welcome back to yet another informative video of Triple I Commerce Academy. നമ്മുടെ സേ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് സേ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സാം പാസ് ആവുക എന്നുള്ളൊരു കടമ്പയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുട്ടി പ്രിപ്പറേഷൻസ് നിങ്ങൾ എടുക്കുമ്പോൾ ഇതും കൂടെ ഒരു റെഫറൻസ് ആവട്ടെ, ഇത് ഏതെങ്കിലും തരത്തിലൊരു ഹെൽപ്പ് ആവട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പാസ് മാർക്ക് എന്ന് പറഞ്ഞത് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എത്രയാണ് നമ്മുടെ പാസ് മാർക്ക്, എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി സ്പെഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു കുട്ടി വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, നമുക്ക് പാസ് മാർക്കിന് നിങ്ങൾക്കറിയാം നമുക്ക് വേണ്ടത് ഒരു 24 മാർക്കാണ് അല്ലേ. 80-ൽ 24 മാർക്കാണ് നമുക്ക് പാസ് ആവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് പ്ലസ് ടു പാസ് ആവാൻ വേണ്ടി വേണ്ടേ. അപ്പം 24 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് അത്ര ഭയങ്കര കാര്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്ട്രഗിൾ ചെയ്ത് നേടിയെടുക്കേണ്ടത് കൊണ്ട് അതൊരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ കുറച്ച് ട്രിക്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കത് നേടിയെടുക്കാനും പറ്റും. അങ്ങനെ നിങ്ങളുടെ സേ എക്സാം നമുക്ക് സുഖകരമായിട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. അതിന് എന്തൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ എക്സാമിന് നാളെ അല്ലെങ്കിൽ അടുത്ത ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം എന്നുള്ളത് മാത്രമായിരിക്കും നമ്മളിവിടെ പറയുന്നുണ്ടാവുക. എനിക്കറിയാം നിങ്ങൾ അത്യാവശ്യം പ്രിപ്പറേഷൻസിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, 5-6 കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇംഗ്ലീഷിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിലബസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് 16ഓളം ചാപ്റ്റേഴ്സാണ് നമുക്ക് പ്ലസ് ടുവിൽ വരിക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, അതായത് എന്തൊക്കെയാണ് ആ പ്ലോട്ടിൽ പറയണത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സിനോപ്സിസ് എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഒരു രത്ന ചുരുക്കം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു 16 ചാപ്റ്ററിൻ്റെ ഇത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 എണ്ണത്തിൻ്റെങ്കിലും ഒരു ഐഡിയ, സ്റ്റോറി എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് എക്സാം ഹോളിലേക്ക് പോവുക. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. അതിൻ്റെ കൂടെ കുറച്ച് ഫോമാറ്റും കൂടെ ഞാൻ പറയാം. നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി വെക്കുക, മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എക്സാമിനേഷൻ ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ ഒന്ന് പോയറ്റിക് അപ്രീസിയേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ പോം കമ്പാരിസൺ ആണ്. എന്താണ് അപ്രീസിയേഷൻ, കമ്പാരിസൺ അറിയാലോ. ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പോംസ് ഉണ്ട് അല്ലേ, 4-5 പോം ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോം തരില്ല. ആ പോമായിട്ട് കമ്പയർ ചെയ്യാൻ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു ഔട്ട്സൈഡ് പോം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലും ഒരു പോം തരും. ആ പോമിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഒരു പോമായിട്ട് കമ്പയർ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അത് മോസ്റ്റ്ലി ഒരു 8 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. പോയറ്റിക് അപ്രീസിയേഷൻ അല്ലാന്നുണ്ടെങ്കിൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഐഡിയയും സ്ട്രക്ചറൊക്കെ നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതിലൊരു മിനിമം ഒരു 5 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് മറന്നു പോകരുത്, അതൊന്നും നോക്കി വെക്കാം. നമ്മുടെ മുന്നത്തെ ലൈവിലും മുന്നത്തെ റെക്കോർഡിങ്സിലും ഒക്കെ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഞാനിതിൽ എന്തൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഫോമാറ്റിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് നോക്കുക, പോയറ്റിക് അപ്രീസിയേഷൻ എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം, അപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേയും അപ്ലിക്കേഷൻ ലെറ്റർ നിങ്ങൾക്കറിയാം. നമ്മൾ എന്താണ് പറയുക, അടയും ചക്കരയും പോലെ, കഞ്ഞിയും പയറും പോലെ ഒരുമിച്ച് പോകുന്ന 2 സാധനങ്ങളാണ്. ഇതൊരിക്കലും നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ലെറ്റർ മാത്രമായിട്ടോ അല്ലെങ്കിൽ റെസ്യൂമേ മാത്രമായിട്ടോ എഴുതി വെക്കരുത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 8 മാർക്ക് തരിക. അപ്പം ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും അറ്റൻഡ് ചെയ്യുക. ആദ്യമേ ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതുക ജോബിന് വേണ്ടിയിട്ടുള്ള, അത് കഴിഞ്ഞ് റെസ്യൂമേ എഴുതുക. അപ്പോൾ ഇത് രണ്ടും കൂടെ എഴുതുമ്പോഴാണ് നമ്മൾക്ക് 8 മാർക്ക് കിട്ടുക. അപ്പം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 5 മാർക്കിൽ കൂടുതൽ കിട്ടും. അപ്പം മറന്നു പോവാതെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വരുന്നത് സെമിനാർ റിപ്പോർട്ടാണ്. എല്ലാ വട്ടവും ചോദിക്കുന്നതാണ് സെമിനാർ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് എഴുതേണ്ടതെന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടർ സ്കെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേയധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. മിക്ക ചാപ്റ്ററുകളിലും പ്രധാനപ്പെട്ട ഒരുപാടധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോമിത പോലെയുള്ള ക്യാരക്ടേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറേ അധികം ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഏതെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ഒന്ന് നോക്കി വെച്ചിട്ട് പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം നമ്മളോട് ക്യാരക്ടർ സ്കെച്ച് എന്തെങ്കിലുമായിട്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് സ്പീച്ചാണ്. സ്പീച്ചിൻ്റെ അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്പീച്ച് ഇപ്പോൾ എന്താ ഓൾറെഡി പഠിച്ചു വെച്ചിട്ട് പോകാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? നമുക്കതിൻ്റെ ഒരു ഔട്ട്ലൈൻ പഠിച്ചു വെച്ചിട്ട് പോകാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഏത് ചാപ്റ്ററുമായിട്ട് അറ്റ കൈക്കാണ് കേട്ടോ പറയണേ, ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ നിങ്ങളോട് സ്പീച്ച് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് അത്യാവശ്യം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോളൂ. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. കോമൺ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു 5-8 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നത്തെ ലൈവിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും.
ഏതൊരാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയാലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. പിന്നെ ഇമെയിലിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ ലെറ്റർ ടു ദ എഡിറ്റർ, മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ട്. അതൊരു 8 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്, 6 to 8 മാർക്സിനൊക്കെ ചോദിക്കുന്നതാണ്. അത് സ്കിപ്പ് ചെയ്യരുത്, അത് മറന്നു പോകരുത്, അത് നോക്കിയിട്ട് തന്നെ പോവുക. പിന്നെ വരുന്നൊരു സംഭവമാണ് പേഴ്സണൽ ലെറ്റർ, അതായത് ഫോമൽ അല്ല ഇൻഫോർമൽ ലെറ്റർ. നമ്മളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് വേണ്ടി എഴുതുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പം പറയുകയാണെന്നെങ്കിൽ നോമിത എന്ന് പറയുന്ന ക്യാരക്ടർ, നോമിതൻ്റെ അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതുന്നത് ഒരു പേഴ്സണൽ ലെറ്ററാണ്. അതുപോലെ വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള 2 പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലെറ്റേഴ്സ്. അതിൻ്റെ അകത്ത് കോണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് ചാപ്റ്ററിൻ്റെ ആ ഒരു ഫോമാറ്റും കൂടെ ഒന്നും. അതിന് പ്രത്യേകിച്ച് ഒരു ഫോമാറ്റില്ല, അത് നിങ്ങൾക്ക് പേഴ്സണൽ, അതായത് ഫോമാലിറ്റി കീപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് എഴുതാം. അതിൻ്റെ ഒരു ഫോമാറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളതാണ് പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഹിൻസ് തരും. ആ ഹിൻസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ ആയിരിക്കും ചോദിക്കുക. അത് വെച്ച് നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ റെഫർ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ടുള്ളതായിരിക്കും തരിക. ആ ഹിൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രൊഫൈലിൽ ചെയ്യേണ്ടത്. അതിനൊക്കെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. മുന്നത്തെ ലൈവിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ബ്ലർബ് ഉണ്ട്, അതുപോലെ ബ്ലോഗ് എങ്ങനെ എഴുതാം, ഇതിൻ്റെ കാര്യങ്ങളും കൂടെ അഡീഷണൽ ആയിട്ട് നോക്കി വെച്ചോ. അപ്പം അതും ഹെൽപ്പ് ആകും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എക്സാം എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യുക. നാളത്തെ ദിവസം അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാം ദിവസം നിങ്ങളുടേതായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് അതർ തിങ്സ്. ഗുഡ് ലക്ക് ആൻഡ് സ്റ്റേ കൂൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.